ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹസ്നാസ് ഹെന്നഹട്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഹെന്ന പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്ന മെഹന്തിൻ്റെ സ്റ്റെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാക്റ്റ് കളറാണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ മെഹന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു എംപ്റ്റി ബൗൾ എടുത്തിട്ടുണ്ട്. 2 വലിയ ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഹെന്ന പൗഡർ. നാട്ടിലും എല്ലാ സ്റ്റോഴ്സിലും ഹെന്ന പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹെന്ന പൗഡർ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്തിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1 ഗ്ലാസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആ 1 ഗ്ലാസ് വാട്ടർ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ചായപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കൂടി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ സൊല്യൂഷൻ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയ യൂക്കാലിപ്റ്റസ് ഓയിലാണ്. പിന്നീട് യൂക്കാലിപ്റ്റസ് ഓയിലായാലും നമുക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ യൂക്കാലിപ്റ്റസ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ചായയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വീതെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചായക്ക് പകരം വെള്ളം യൂസ് ചെയ്താലും മതി, അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഹെന്ന പേസ്റ്റിന് കുറച്ചുകൂടി സ്റ്റീം കിട്ടണമെങ്കിൽ ചായ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ശരിയായ കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്ക് ചായ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നല്ല ലൂസാവാനും പറ്റില്ല, നല്ല ടൈറ്റ് ആവാനും പറ്റില്ല. എല്ലാ പേസ്റ്റിൽ ലംസൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല ടൈറ്റും അല്ല, നല്ല ലൂസും അല്ല. അതിൻ്റെ ഇടയിൽ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്.
ഇത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഒരു 2 to 5 hours നമുക്ക് കീപ്പ് ചെയ്യാം. എത്രത്തോളം ടൈം നമ്മൾ വെക്കുന്നു അത്രത്തോളം സ്റ്റെയിൻ ഇറങ്ങി കിട്ടും. അപ്പം മാക്സിമം ടൈം നമുക്ക് ഇതുപോലെ വെക്കാൻ ശ്രമിക്കാം. നമുക്കൊരു 5 hours വെയിറ്റ് ചെയ്യാം. പിന്നെ ഏകദേശം എൻ്റെ കയ്യിലൊക്കെ സ്റ്റെയിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 6 hours വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, അപ്പം നന്നായിട്ട് സ്റ്റെയിനൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പേസ്റ്റ് ഒരു കോൺ ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഫില്ല് ചെയ്യുന്നില്ല, കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റിൽ ചേഞ്ച് വരുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് എന്തായാലും എൻ്റെ കയ്യിലേക്ക് ഇടലാണ്. എന്നിട്ട് അതിൻ്റെ സ്റ്റെയിൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്റ്റെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഹെന്ന ഇട്ടതാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഫ്രഷ് സ്റ്റെയിനാണ്, നന്നായിട്ട് ചോന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെഹന്തിക്ക് വധു ചേരാത്ത പ്രശ്നം അങ്ങനത്തൊന്നുമില്ല. ഫെയ്ഡായി പോകുന്ന മെഹന്തിയാണ്, പൊളിഞ്ഞൊന്നും പോവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.